ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദനോട് ഈ അറക്കൽ തറവാട്ടിൽ ഒരു കുഞ്ഞിക്കാൽ ഓടിക്കളിച്ച് നടക്കുന്നത് കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞ അയ്യപ്പേട്ടനോട് അതെ അതിനിവിടെ ഒരു കുഞ്ഞിക്കാൽ ഓടിക്കളിച്ച് നടക്കാൻ പോവുകയാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പറയുവാണ് ഗോവിന്ദൻ. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും ഞെട്ടി. രാധികാമ്മ 2 പ്രാവശ്യം ഞെട്ടി. പെട്ടെന്ന് മനസ്സിൽ പ്രിയ ഗീതു ചേച്ചി പ്രഗ്നൻ്റ് ആണോ എന്നിങ്ങനെ ചിന്തിക്കുക കേട്ടോ. എന്നിട്ട് എന്താ ഈ ഒരു വാക്ക് പറയാതിരുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗോവിന്ദനെ കെട്ടിപ്പിടിക്കുന്നു. മിടുക്കൻ എന്നൊക്കെ പറഞ്ഞ അയ്യപ്പേട്ടൻ, എൻ്റെ നേർച്ച കാഴ്ചകൾക്കൊക്കെ ഫലം ഉണ്ടായി. അയ്യോ, ഇത് അയ്യപ്പേട്ടൻ പോകുന്നതിന് മുമ്പ് തന്നെ സംഭവിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോൾ ഇതൊന്നും പാവം വേറെ ആർക്കും മനസ്സിലാകുന്നില്ല. അപ്പം നേരാണോ കുഞ്ഞേന്ന് ചോദിച്ചപ്പോൾ പിന്നെ വീണ്ടും ഞാൻ പറയണോ, കണ്ടോ അറിഞ്ഞൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കും ഗീതുവിന് ഇങ്ങനെ നോക്കുക കേട്ടോ അയ്യപ്പേട്ടൻ. ആ സമയത്ത് ഗോവിന്ദൻ നോക്കുന്നത് പ്രിയയെ നോക്കിക്കൊണ്ട് പ്രിയയാണ് വീട്ടിലെ കുഞ്ഞ എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഇതൊക്കെ കണ്ട് രാധികയുടെ നെഞ്ചു പൊട്ടുന്ന ഒരു ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുക. നേരാ കുഞ്ഞെ, ഒരു മിനിപ്പും തുടിപ്പും ഒക്കെ കൂടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യപ്പേട്ടൻ ഇങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയ്യപ്പേട്ടൻ ഇങ്ങ് വന്നേ, നമുക്ക് പുറത്ത് നിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞു. ഗോവിന്ദൻ അയ്യോ എനിക്ക് നല്ല ക്ഷീണമുണ്ട് മോനെ എന്ന് പറഞ്ഞപ്പോൾ അത് ക്ഷീണമൊക്കെ നമുക്ക് പതുക്കെ മാറ്റാം, ഇപ്പോൾ വരാൻ പറഞ്ഞു. അങ്ങനെ കണ്ണേട്ടനും അയ്യപ്പേട്ടനും കൂടെ അവിടെ നിന്ന് പോകുന്നു. ഇന്ന് ചിക്കൻ മേടിച്ചോ മോനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടായിട്ട് രണ്ടുപേരും കൂടെ അങ്ങ് പോണേ. ഈ സമയത്ത് രാധിക ഇങ്ങനെ ഗീതുവിനെ തന്നെ തൂറിച്ച് നോക്കുക. ഗീതു സന്തോഷത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇനി ഇവള് പ്രഗ്നൻ്റ് ആണോ എന്നുള്ളൊരു ഇതിൽ ഗീതുവിനെ അടിമുടി നോക്കുവാണ്. ഗീതു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുക. അപ്പോഴേക്കും രേഖയ്ക്ക് ആകെ ടെൻഷനായി. രേഖ ഇങ്ങനെ നോക്കുന്നു. ഇപ്പോൾ പുറകിൽ നിന്ന് നമ്മുടെ പ്രിയ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ വിളിച്ച് മാറ്റി നിർത്തി സംസാരിക്കാം. അപ്പോൾ ദേ എന്തായാലും അതെ എനിക്ക് ഗീതു ചേച്ചിയോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു പ്രിയ. ഇപ്പം നിനക്ക് ഇവിടെ നിൽക്കാൻ സമയമുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു നമുക്കൊരു ദിവസം മുഴുവനും ഇരുന്ന് വിശേഷങ്ങൾ പറയാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ച വിശേഷം ചേച്ചി പ്രഗ്നൻ്റ് ആണോന്നാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗീതു ഞെട്ടി. ഗീതു ഇങ്ങനെ പ്രിയയുടെ നേരെ അന്താളിച്ച് നോക്കിയിട്ട് പ്രഗ്നൻ്റോ എന്ന് ചോദിച്ചു. എന്ത് തോന്നിവാസമാടി നീ പറയുന്നേ? അയ്യേ, നീ എന്നെ അങ്ങനെയൊക്കെയാണോ കണ്ടേക്കുന്നേ? ഒരാളുടെ കൂടെ ഒരുമിച്ച് താമസിച്ചെന്ന് കരുതി. അപ്പോൾ വെറുതെ ഒരാളുടെ കൂടെ അല്ലല്ലോ. അതെ, എൻ്റെ കാര്യം വിട്. നിൻ്റെ ഏട്ടനൊരു നിലയും വിലയാക്കിയില്ലേ? ജെന്റിൽമാനായ ഒരാളെയല്ലേ നീ ഇപ്പോൾ സംശയിച്ചത്? നിൻ്റെ സ്വന്തം ഏട്ടനല്ലേ അത്? ഇത്ര മോശമായിട്ട് ചിന്തിക്കാൻ എങ്ങനെ സാധിച്ചു നിനക്കെന്നൊക്കെ പ്രിയയോട് ചോദിക്കുമ്പോൾ കല്യാണം കഴിഞ്ഞ സ്ഥിതിക്ക് പ്രഗ്നൻ്റ് ആയാലും ഇപ്പോൾ എന്താ കുഴപ്പമെന്ന് പ്രിയ ചോദിക്കുക. അപ്പോഴേക്കും ഗീതു ശരിയാ, അങ്ങനെ ചോദിച്ചതാണോ? പിന്നെ അതൊന്നും ഉടനെ വേണ്ടെന്നാ ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞപ്പം പിന്നെ എന്തിനാ ഉടനെ ഈ കുടുംബത്തിലൊരു കുഞ്ഞിക്കാല് കാണുമെന്ന് ഗോവിന്ദേട്ടൻ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പം ഒരു മണ്ടി, അത് നിൻ്റെ കാര്യമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും രേഖയും അതുപോലെ തന്നെ നമ്മുടെ കാഞ്ചനയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അതെ, ഇനി ആരെങ്കിലും വരാനുണ്ടോ? ആരെങ്കിലും വരുവാണെങ്കിലേ അരി കൂടുതലിടേണ്ടി വരുമെന്നാണ് കാഞ്ചന പറയുന്നത്. അപ്പം കാഞ്ചനാക്കയ്ക്ക് സന്തോഷമായി കാണുമല്ലോ. ആ പോക്കിൽ അരപ്പറ ചോക്ക് അക്കയ്ക്കും കൂടെ കഴിക്കാമല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ചു. അല്ല, ഞാൻ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി, പക്ഷെ അയ്യപ്പണ്ണന് എന്നെ പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ, അതാ ചോദിച്ചത്. അപ്പോൾ അയ്യപ്പേട്ടൻ്റെ കാര്യത്തിൽ അക്ക വിഷമിക്കൊന്നും വേണ്ട. ഇത്തിരി അച്ചാറും ഇച്ചിരി തൈരും കൂട്ടത്തിൽ 2 പപ്പടം ഉണ്ടെങ്കിൽ അയ്യപ്പേട്ട ഹാപ്പിയാ എന്നും പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു. അച്ചാർ മുഴുവൻ തീർന്നിനി വാങ്ങണം എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം കാഞ്ചന അങ്ങനത്തെ അതിന് ഭക്ഷണം കൊടുക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം. നേരം പുലർന്ന് ഞാൻ കാണേണ്ടത് പച്ചമാങ്ങ ആയിരിക്കണം, പിന്നെ വാങ്ങുന്ന അച്ചാറൊന്നും വേണ്ട, നല്ല അച്ചാർ ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ ഗീതു പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ശരി, പണ്ട് തൊട്ടേ മാങ്ങയെന്ന് കേട്ടാൽ എനിക്ക് അങ്ങനെയാ. ഇത്തിരി ഉപ്പും കൂട്ടി പച്ചമാങ്ങ കടിച്ചു പൊട്ടിച്ച് തിന്നണം, എനിക്കും കൂടി ഒരെണ്ണം തരണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് പ്രിയ അന്നേരം പറഞ്ഞേ. പ്രിയയ്ക്ക് കഴിക്കാനുള്ള മാങ്ങ കൂടി വാങ്ങണം. അത് കൂടാതെ നാളെ മാങ്ങാ ചമ്മന്തി, മാങ്ങാ കിച്ചടി, മാങ്ങാ കറി, മാങ്ങയിട്ട മീൻ കറി ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞപ്പം ഇത്രയും മാങ്ങ വേണമെങ്കിൽ അടുക്കളയിൽ തന്നെ ഒരു മാവ് വേണ്ടി വരും എന്നും പറഞ്ഞ് കാഞ്ചന അവിടെ നിന്ന് അങ്ങ് പോയി. കാഞ്ചന പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ 3 പേരും കൂടെ അവിടെ നിന്ന് ഇങ്ങനെ ചിരിക്കാം. ചേച്ചി ഉണ്ടാക്കുന്ന ഇടിച്ചു കുത്തിയ മാങ്ങാച്ചാറ് ഫേമസാ. ഞാൻ ഇനി പോയിട്ട് തിരിച്ചു വരുമ്പോഴേ സ്ഥിരമായിട്ട് ആ അച്ചാറ് മതി കേട്ടോ എന്ന് പ്രിയ. മാങ്ങാ സീസൺ തീരുന്നവരെ എന്നും എൻ്റെ വക ഇടിച്ചു കുത്തിയ മാങ്ങാച്ചാർ ഇവിടെ ഉണ്ടായിരിക്കും. എന്താണെന്ന് ഗീതു ചോദിച്ചപ്പോൾ ശരിയെന്ന് ഇവർ സമ്മതിച്ചു. ഈ സമയത്ത് ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം. ഏതായാലും നാളെ കുറച്ച് പച്ചമാങ്ങ നിർബന്ധം എന്ന് പറഞ്ഞ ഗീതു ഇങ്ങനെ നിന്ന് പറയുന്നത് കേട്ടുകൊണ്ടാണ് രാധിക വരുന്നത്. അപ്പോൾ രാധിക വിചാരിക്കുന്നത് ഗീതുവിനാണെന്ന്. ഇനി ഗീതു ശരിക്കും പ്രഗ്നൻ്റ് ആണോ? നേരിട്ട് ചോദിച്ചാലോ? വേണ്ട, നാണക്കേടാ, അതിൻ്റെ ആവശ്യമില്ല. ഗീതു പ്രഗ്നൻ്റ് ആണെങ്കിൽ ഇവിടുത്തെ വീട്ടമ്മയായ ഞാനത് അറിഞ്ഞില്ല എന്ന് വരുന്നത് മോശമാണെന്നൊക്കെ ചിന്തിക്കുന്നു. ആദ്യം ഗോവിന്ദ് ഇക്കാര്യം എന്നോട് പറയട്ടെ, അത് കഴിഞ്ഞിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധികാമ്മ ഇങ്ങനെ അവിടെ നിൽക്കുന്നു.
നമ്മുടെ അയ്യപ്പേട്ടൻ വന്ന് തൻ്റെ ഗണപതി കുഞ്ഞിൻ്റെ അവിടെ എല്ലാം റെഡി ആക്കുക കേട്ടോ. അതായത് ആ ഒരു മരച്ചുവട്ടിൽ ഇങ്ങനെ ഗണപതിയുടെ വിഗ്രഹമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒന്നും ചെയ്തില്ല, എന്തൊരു ദുഷ്ടനാണെന്നൊക്കെ പറഞ്ഞ് അയ്യപ്പേട്ടൻ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അയ്യപ്പേട്ടനോട് ചോദിക്കാം. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് അയ്യപ്പേട്ടൻ കണ്ണേട്ടനോട്. ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങളും ഗീതുമോള് തന്നെ പരിഹരിച്ചില്ലേ, പിന്നെ രഞ്ജു വിജയലക്ഷ്മിയുടെ അടുത്തായതുകൊണ്ട് പ്രിയമോളും ഹാപ്പിയായി. പിന്നെന്താ കുഴപ്പം, ആരും ഒന്നും അറിഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഞാൻ കാണുന്നില്ല എന്നും പറഞ്ഞു. അപ്പം അതൊക്കെ കേട്ട് ഗോവിന്ദൻ ഇങ്ങനെ ഇരിക്കുക. ഇതൊക്കെ ഇന്ത്യയിൽ ഇങ്ങോളം ഉള്ള ഗണപതി കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഞാൻ പോയി പ്രാർത്ഥിച്ചതിൻ്റെ ഫലവാ എന്നൊക്കെ പറഞ്ഞ അയ്യപ്പേട്ടൻ. അപ്പം നിങ്ങൾ കൂടുതൽ വാചകമൊന്നും അടിക്കണ്ട, രഞ്ജു ഇവിടെ വന്ന ദിവസം നിങ്ങൾ മുങ്ങി, ഇപ്പോൾ എല്ലാം സോൾവായി എന്നറിഞ്ഞപ്പോൾ നിങ്ങൾ പൊങ്ങി. ഇതിനാണോ എൻ്റെ അച്ഛൻ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതെന്ന് ചോദിച്ചപ്പോൾ ചില പ്രശ്നങ്ങൾ ആരുടെയും സഹായമില്ലാതെ പരിഹരിക്കുന്നത് മാധവൻ മുതലാളിയുടെയും ശീലമായിരുന്നു എന്ന് അയ്യപ്പേട്ടൻ. പക്ഷെ കുഞ്ഞ് ഒറ്റയ്ക്കായില്ലല്ലോ, കുഞ്ഞിൻ്റെ കൂടെ ഗീതുമോൾ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാനായിട്ടോ ഞാനിങ്ങോട്ട് ഓടി വന്നത്, എല്ലാം ഒന്ന് വിശദമായിട്ട് പറഞ്ഞേ കേൾക്കട്ടെ. അപ്പോൾ എല്ലാം നല്ല വിശേഷങ്ങളാണ്. അയ്യപ്പേട്ടൻ ചെന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാം, എന്നിട്ടെല്ലാം നമുക്ക് നാളെ സംസാരിക്കാമെന്ന് പറഞ്ഞു. ശരി കുഞ്ഞ്, അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. കുളിച്ചിട്ട് ആദ്യം ഭക്ഷണം കഴിക്കണം അതൊക്കെ പറഞ്ഞ അയ്യപ്പേട്ടൻ അങ്ങ് പോയി. പിന്നെ നമ്മുടെ ഗോവിന്ദൻ ഇങ്ങനെ ഗീതുവിനെ കുറിച്ച് ആലോചിച്ച് അവിടെ നിൽക്കുക കേട്ടോ. അപ്പോൾ അയ്യപ്പേട്ടൻ പറഞ്ഞതെല്ലാം ആലോചിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മുടെ ഗണപതി കുഞ്ഞിൻ്റെ ആ ഒരു അരികിൽ നിന്ന് ഒരു ശബ്ദം വരുന്നു. അപ്പോൾ ഇത് സംഭവം എന്താ, വരം കൊടുക്കാൻ നീ ആരാ എന്നൊക്കെ ചോദിക്കാം. അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ ഗണപതി കുഞ്ഞിൻ്റെ ഭാഗത്ത് നിന്നൊരു അശരീരി. അപ്പോൾ ഞാൻ ഗീതുവിന് വരം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ സംസാരിക്കാം. കൂടുതൽ കിടന്ന് ഉരുളണ്ട, അവളെ നിനക്ക് വേണമെങ്കിൽ നീ തന്നെ ചെന്ന് ഇഷ്ടമാണെന്ന് പറ, അല്ലാതെ ബ്രോക്കർ പണി ഞങ്ങളെ ഏൽപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗണപതി കുഞ്ഞിൻ്റെ അവിടെ നിന്ന് പറയൂ കേട്ടോ. പക്ഷെ അവൾ എന്നെ റിജക്റ്റ് ചെയ്താലോ എന്നൊരു പേടി ഭഗവാൻ, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞു ഗോവിന്ദൻ ഭഗവാനോട്. പിന്നൊന്നും പറയുന്നില്ല. പോയോ, ഇനിയൊന്നും ഇല്ലേ എന്ന് ചോദിച്ച് ഗോവിന്ദൻ അവിടെ നിൽക്കുക കേട്ടോ. എന്നിട്ട് ഗോവിന്ദൻ നേരെ പകുതി പറഞ്ഞിട്ടങ്ങ് പോയേക്കണു. എന്തായാലും ഗീതുവിനോട് ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഗീതു അത് റിജക്റ്റ് ചെയ്യുന്നുള്ള കാര്യം 100% ഉറപ്പാണെന്നും പറഞ്ഞു നമ്മുടെ ഗോവിന്ദൻ അവിടെ നിന്ന് അങ്ങ് പോവുക. പിന്നെ കാണിക്കുന്ന ഗീതു ഇങ്ങനെ അമ്മയെ ഫോണിൽ വിളിച്ച് സംസാരിക്കാം. ഇപ്പോൾ സോറി അമ്മ എന്നൊക്കെ പറഞ്ഞ് ഫോണിൽ സംസാരിക്കുന്ന സമയം ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ മോൾക്കൊപ്പം സമാധാനമായിട്ട് ഉറങ്ങാൻ പോവുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ അമ്മ ഉറങ്ങിക്കോ, സമാധാനമായിട്ട് സന്തോഷത്തോടെ അമ്മ ഉറങ്ങിക്കോളാനൊക്കെ ഗീതു ഇങ്ങനെ അമ്മയോട് പറയുന്നു. അങ്ങനെ എന്നാലും അമ്മയുടെ ഉള്ളിൽ ടെൻഷനുണ്ട് കേട്ടോ. ഇതിനെല്ലാം കാരണക്കാരിയായ നിന്നോട് ഒരു നന്ദി വാക്ക് പോലും പറയാൻ ഈ അമ്മയ്ക്ക് പറ്റിയില്ലല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞപ്പം അതിനൊക്കെ ഇനിയും ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ അമ്മേ, പിന്നെ എന്താ കുഴപ്പം? അമ്മയും രഞ്ജുവും ഒക്കെയുള്ള അറക്കൽ വീടാ ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് നമ്മുടെ ഗീതു പറഞ്ഞപ്പോൾ വിജയലക്ഷ്മി അമ്മ ചിരിക്കുന്നു. അങ്ങനെ ഭർത്താവിന് കൊടുത്ത ആ ഒരു വാക്കിനെ പറ്റി ഓർക്കും. അങ്ങനെ അമ്മയും മോളും കൂടി ഇങ്ങനെ സംസാരിച്ച് സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ആ വീട്ടിൽ ഞങ്ങൾ കയറാൻ ഒരിക്കലും അവൻ ആഗ്രഹിക്കില്ല, മറിച്ച് നിന്നോടൊപ്പം നല്ലൊരു ജീവിതം നയിക്കാൻ ഗോവിന്ദൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നീയും ആഗ്രഹിക്കുന്നില്ലേ, അവനും ആഗ്രഹിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ ആണോന്ന് പറയാനൊക്കെ വളരെ എളുപ്പമാണ്. മനസ്സ് തുറക്ക്, സ്വപ്നങ്ങൾ പറയ എന്നൊക്കെ. പിന്നെ അത് പറയുന്നത് എന്ത് പാടാണെന്നറിയാവോ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് എങ്ങനെയാ പറഞ്ഞേ പറ്റുമെന്ന് അമ്മ നേരം ഗീതുവിനോട്. അവനോട് നീ പറയണം, തുറന്നു പറയണം. ഇത് തന്നെയാകും ഒരു പക്ഷെ അവനും കരുതുന്നത്. ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്ന എങ്ങനെ അറിയുന്നത് എന്നൊക്കെ അമ്മ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ കണ്ണേട്ടന് അങ്ങനെയൊന്നും എന്നോട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാവും, അവന് നിന്നെ ഇഷ്ടമാണ്, നീ നോക്കിക്കോ, ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് രഞ്ജു വന്നതെന്ന് കേൾക്കുക. എങ്കിൽ പിന്നെ കണ്ണേട്ടന് അതിനോട് തുറന്ന് പറഞ്ഞൂടെ? കണ്ണേട്ടനൊന്നുമില്ലെങ്കിൽ ഒരാണല്ലേ, ഒരു പെണ്ണായ ഞാൻ വേണോ ഇതിനൊക്കെ മുൻകൈ എടുക്കാൻ എന്ന് ഗീത ചോദിക്കുന്നു. എനിക്ക് എൻ്റെ ഭാവശുദ്ധി നോക്കണ്ടേ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് രഞ്ജു അങ്ങോട്ടേക്ക് ചെന്നു. അപ്പം എന്തോന്ന് ഭാവശുദ്ധിയേ? അപ്പോഴത്തേക്കും ഭാവശുദ്ധിയും വെച്ചോണ്ട് നീ അവിടെ ഇരുന്നോളാൻ പറഞ്ഞോണ്ട് നമ്മുടെ രഞ്ജു അങ്ങോട്ടേക്ക് വന്നു. അതെ, നാളെ നീ ഇങ്ങോട്ട് വാ, അതൊക്കെ അവതരിപ്പിക്കാനുള്ള ടെക്നിക്കുകളും ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞപ്പം ഗീതുവിന് ഭയങ്കര സന്തോഷം. അതെ, നിന്റെ ഉപദേശമൊന്നും എനിക്ക് വേണ്ട, ഞാൻ നിന്റെ ഏട്ടത്തി അമ്മയാണെന്ന് നീ ഓർക്കണം കേട്ടോ എന്ന് ഗീതു. ഇങ്ങനെയൊക്കെയാണോടി ഏട്ടത്തി അമ്മയോട് സംസാരിക്കുന്നേ? നീ കൊള്ളാലോ,
ഏട്ടത്തി അമ്മയെന്ന് വെച്ചാൽ അമ്മയുടെ സ്ഥാനമല്ലേ, ഓർമ്മ വേണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അമ്മയുടെ അല്ല, നിനക്കേ അമ്മൂമ്മയുടെ സ്ഥാനം ഞാൻ തരാം, ഇങ്ങോട്ട് വാടി, നീ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞു രഞ്ജു. അങ്ങനത്തെ അവർ നല്ല സന്തോഷമായിട്ട് ചിരിയും കളിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു കേട്ടോ. എന്തായാലും ഗോവിന്ദേട്ടനുമായിട്ടുള്ള ഇതുവരെ പറയാൻ പറ്റാത്തതായ സ്നേഹത്തെ പറ്റിയൊക്കെ ഇവർ തമ്മിൽ സംസാരിക്കുന്നു. തൽക്കാലം ഇങ്ങനെയൊക്കെ പോട്ടെ എന്നൊക്കെ പറഞ്ഞാണ് പിന്നെ ഗീതു അങ്ങനെ നിൽക്കുന്നത്. അങ്ങനത്തെ നമ്മുടെ അമ്മയും മോളും കൂടി അവിടെ ഇരിക്കുക. അപ്പോൾ അമ്മയുടെ ഉള്ളിലെ സന്തോഷങ്ങളെ പറ്റിയൊക്കെ രഞ്ജുവിനോട് പറയുകയാണ്. എൻ്റെ മോള് അമ്മയ്ക്കരികിലേക്ക് വന്നതോടുകൂടി അമ്മയ്ക്ക് എത്രത്തോളം സന്തോഷമായെന്ന് അറിയാവോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അമ്മ ഇപ്പോഴേ മരിക്കാനോ, ഇനി എത്രയെത്ര നല്ല നല്ല കാര്യങ്ങൾ കാണാൻ കിടക്കുന്നു, എത്ര ആഘോഷങ്ങളിൽ പങ്കെടുക്കാനിരിക്കുന്നു, അതൊന്നും വേണ്ടേ അമ്മയ്ക്ക്, മരിച്ചാൽ മതിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈശ്വരൻ തന്ന ഈ സന്തോഷം തന്നെ അമ്മയ്ക്ക് അധികമാണ്, മതി എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ എല്ലാ ആഗ്രഹങ്ങളും തീർന്നോ എന്ന് ചോദിച്ചു അന്നേരം മകള്. അപ്പോൾ എനിക്കിനി എന്താ ആഗ്രഹമാണ് മോളെ ഉള്ളത്, അമ്മയ്ക്ക് സ്വന്തം മോൻ്റെ കുഞ്ഞിനെ താലോലിക്കണ്ടേ എന്ന് ചോദിക്കുക. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയുടെ മുഖം ഇങ്ങനെ വല്ലാതെ ആയിട്ടോ. അമ്മ ഇങ്ങനെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നു, നടക്കില്ല എന്നുള്ളൊരിതിൽ. അതിനുള്ള ഭാഗ്യമൊന്നും അമ്മയ്ക്ക് ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ അമ്മ പറഞ്ഞിരിക്കുമ്പോൾ മോൾ അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിക്കുക, അതൊക്കെ നടക്കുമെന്ന്. അപ്പോൾ ഗോവിന്ദ് ഒരിക്കലും എന്നെ അമ്മയുടെ സ്ഥാനത്തേക്ക് അവൻ അംഗീകരിക്കില്ല എന്ന് വീണ്ടും വിജയലക്ഷ്മി അമ്മ തറപ്പിച്ചു പറയുന്നു. എനിക്ക് കിട്ടേണ്ട സ്നേഹം മുഴുവനും അവൻ രാധികയ്ക്ക് നൽകി കഴിഞ്ഞു എന്നുള്ള കാര്യമൊക്കെ അമ്മ പറയുമ്പോഴും രഞ്ജു ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അതുകൊണ്ട് തന്നെ രാധികയുടെ കള്ളക്കഥകൾ കേട്ട് വിശ്വസിച്ച് അവൻ എന്നെ അകറ്റി നിർത്തിയിരിക്കുകയാണെന്നുള്ള കാര്യങ്ങളും അമ്മ പറയുക. നീ എൻ്റേതാകുന്നതിന് മുൻപേ അവൻ എന്നെ വെറുത്തതാണ്, എന്നെ തിരസ്കരിച്ചതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എല്ലാം പറഞ്ഞു. അപ്പോൾ അമ്മ വിഷമിക്കേണ്ട, ഞാനും എൻ്റെ അമ്മയെ അങ്ങേയറ്റം വെറുത്തതല്ലേ, സത്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ അമ്മയെ തിരിച്ചു കിട്ടാൻ ഞാനും ഒരുപാട് ആഗ്രഹിച്ചില്ലേ. അതുപോലെ തന്നെ കണ്ണേട്ടനും സത്യങ്ങൾ തിരിച്ചറിയുമ്പോൾ അമ്മയെ അംഗീകരിക്കും, അമ്മയെ നെഞ്ചോട് ചേർക്കും, നോക്കിക്കോ എല്ലാം നടക്കും അമ്മേ, എനിക്ക് ആ പഴയ ജീവിതം തിരിച്ചു വേണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഗോവിന്ദേട്ടനെയും ഗീതുവിൻ്റെയും കൂടെ കുറച്ച് നാൾ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമെന്നും അത് കഴിഞ്ഞ് മതി എൻ്റെ വിവാഹം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രഞ്ജു പറയാം. അതൊക്കെ കേട്ടപ്പോൾ അമ്മയുടെ മുഖം അങ്ങ് വല്ലാതെയായി. ഇക്കാര്യമൊക്കെ ഞാൻ ധ്യാനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ സമ്മതിക്കുകയും ചെയ്തു എന്നും നമ്മുടെ രഞ്ജു പറയാം. അങ്ങനെ സന്തോഷമായിട്ടിരിക്കുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വിജയലക്ഷ്മി അമ്മയുടെ ഫോണിലേക്ക് കോള് വന്നു. അപ്പോൾ ആരോ വിളിച്ചു, അയാളുമായിട്ട് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ആ ഫോൺ കട്ട് ചെയ്ത് മോളോട് സംഗീതത്തിനെ കുറിച്ചൊക്കെ ഇരുന്ന് ഇങ്ങനെ പറയുന്നു. അപ്പോൾ എൻ്റെ അമ്മ ഇത്രയും നല്ലൊരു ഗായിക അല്ലെങ്കിൽ ഒരു വലിയൊരാളായതിൻ്റെ അഭിമാനം എനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. അങ്ങനത്തെ ഇവർ തമ്മിൽ അതും പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഇതേ നമ്മുടെ അയ്യപ്പേട്ടന് ഫുഡ് കൊടുക്കുക കേട്ടോ. നാളുകൾക്ക് ശേഷം അയ്യപ്പേട്ടനാണെങ്കിൽ വലിച്ചു വാരിയാണ് ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ കഴിച്ച് വന്നപ്പോൾ തൊണ്ണയെ കുരുങ്ങിപ്പോയി. അപ്പോഴേക്കും കാഞ്ചനയും രേഖയും കൂടെ വെള്ളം കൊടുക്കുന്നു. അങ്ങനെ അയ്യപ്പേട്ടന് വേണ്ടുന്നതൊക്കെ കൊടുത്ത് അയ്യപ്പേട്ടൻ ഇങ്ങനെ കഴിപ്പിക്കുക. അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. അയ്യപ്പേട്ടൻ ഇങ്ങനെ കഴിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് എന്തൊരാക്രാന്തമാണെന്ന് കാഞ്ചന ചോദിച്ചു. അപ്പോൾ ഇത് ആക്രാന്തമല്ല കാഞ്ചന, ഇവിടുന്ന് പോയതിന് ശേഷം അയ്യപ്പേട്ടന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം രേഖ നേരം പറയാം. നീ എന്തിനാ രേഖ മോളി വിവരമില്ലാത്തതിനോടൊക്കെ വർത്താനം പറയാൻ നിൽക്കുന്നതെന്ന് ചോദിച്ചു അയ്യപ്പേട്ടൻ. ആ സമയത്ത് വല്ലതെടുത്ത് കഴിക്കാൻ നോക്കാനൊക്കെ പറയണേ. അപ്പം ഞാൻ കഴിച്ചതാണെന്ന് കാഞ്ചന. ഓ നീ കഴിക്കുമെന്ന് എനിക്കറിയാം, അത് 7 മണിയെന്ന് പറയുന്ന ഒരു സമയമുണ്ടെങ്കിൽ മൂക്കുമുട്ട വിഴുങ്ങുമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് രേഖ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ കാഞ്ചനയും അയ്യപ്പേട്ടനും കൂടി വീട്ടിലെ ഭക്ഷണത്തിനെ പറ്റി പറയാം. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണത്തിന് 100 കുറ്റങ്ങൾ പറയും. ആ ഭക്ഷണത്തിന് രുചിയില്ല, മണമില്ല, അതില്ല, ഇതില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ പുറത്തിറങ്ങി കുറച്ച് നാൾ പുറത്തെ ഭക്ഷണം കഴിക്കുമ്പോഴേ സ്വന്തം വീട്ടിലെ രുചി അറിയുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അയ്യപ്പേട്ടൻ ഇങ്ങനെ പറയാം കേട്ടോ. അയ്യപ്പേട്ടനുമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പച്ചമാങ്ങയുടെ കാര്യം നമ്മുടെ കാഞ്ചന എടുത്തിട്ടു. എന്നിട്ട് ഗീതുപ്പാപ്പ പച്ചമാങ്ങ വേണമെന്ന് പറഞ്ഞു. നാളെ രാവിലെ തന്നെ ആ പച്ചമാങ്ങ ഇവിടെ എത്തിക്കണം, അല്ലെങ്കിൽ വഴക്ക് മൊത്തം ഞാൻ കേൾക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ അയ്യപ്പേട്ടൻ്റെ മനസ്സിലിങ്ങനെ ലഡു പൊട്ടി. പച്ചമാങ്ങ നേരം പറഞ്ഞ കാര്യങ്ങളെ പറ്റിയൊക്കെ ഓർക്കുക. അങ്ങനതേ അപ്പോൾ സംഗതി അത് തന്നെയാണല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അയ്യപ്പേട്ടൻ ഇങ്ങനെ എന്തിനാ അതൊക്കെ നാളെയാക്കുന്നത്, ഇന്ന് രാത്രി തന്നെ ഏതെങ്കിലും മാവിൽ നിന്ന് മാങ്ങ ഞാൻ സംഘടിപ്പിക്കും എന്ന് നമ്മുടെ അയ്യപ്പേട്ടനും കയറണ്ട, വെറുതെ ചാരി നിന്നാ മതി എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും നീ അതൊന്നും അറിയണ്ട, മാങ്ങ ഞാൻ കൊണ്ടുവന്ന് തന്നിരിക്കും എന്ന് പറഞ്ഞ അയ്യപ്പേട്ടൻ ഇങ്ങനെ നിർബന്ധിച്ച് പറയുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നന്ദി.